ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ ഇതാണ് വിശദീകരിച്ചത്. ഈ വചനങ്ങളൊക്കെ കിടങ്ങ് യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ആ പശ്ചാത്തലത്തിൽ അവതീർണമായിട്ടുള്ള വചനങ്ങളാണ്. അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾ അവരാണല്ലോ ഈ പറഞ്ഞത്, വഇദ് സാഖത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ വസുൽസിലു സിൽസാലൻ ശദീദ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾ, വിശ്വാസികൾ അവരെ കുറിച്ചാണ്. ഇനി വിശ്വാസികളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ 3000 ആളുകളാണ്. അവരിൽ ആരുണ്ട്? ഒരു വിഭാഗം മുനാഫിക്കുകളുണ്ട്. അവരെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ കിടങ്ങിനിപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാണ് ജബലുസല ചരിത്ര പ്രസിദ്ധമായ വിശുദ്ധ മദീനയിലെ ഒരു മലയാണിത്. മസ്ജിദ് നബവി ഇവിടെയാണ്. മസ്ജിദ് നബവിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ജബലുസല സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തൊരു സുലൈ എന്ന് പറഞ്ഞിട്ടൊരു മലയാണ്. ഇത് സുലൈ ഇപ്പം നീക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഏതായാലും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനിപ്പുറത്താണ്. ഈ മലയുടെ കിടങ്ങിൻ്റെയും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നത്. അതിൽ മിക്കവാറും കിടങ്ങ് കീറാൻ നേതൃത്വം നൽകിയത് ജബലുസലയിൻ്റെ ഈ ഭാഗത്താണ്. കിടങ്ങ് കീറി യുദ്ധം സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലയിൻ്റെ ഈ ഭാഗത്തേക്ക് മാറി വന്നു. അപ്പോൾ ഇവിടെ കിടങ്ങിൻ്റെ ഇപ്പുറത്താണ് സഖ്യസേന. ഇപ്പുറത്ത് കിടങ്ങിൻ്റെയും ഈ ജബൽ സലയിൻ്റെയും ഇടയിലാണ് ആരുള്ളത്? വിശ്വാസികളുള്ളത്. അവരുടെ കൂടെയാണ് ഈ കപടന്മാരുള്ളത്. ഇവിടെ സഖ്യസേന. ഈ ഭാഗത്ത് കരാർ ലംഘിച്ച ബനു ഖുറൈദ ജൂതഗോത്രം. നമുക്ക് വിശദമായിട്ട് ഇവിടെ വരും. പിന്നെ ഇവിടെയാണ് വിശ്വാസികൾ. ആ വിശ്വാസികൾക്കുള്ളിലാണ് ഈ പറഞ്ഞ ടീം മുനാഫിക്കുകൾ. അവരെ കുറിച്ചാണ് പറയുന്നത്. വൈദ് യഖൂലുൽ മുനാഫിഖൂൻ. വൈദ് യഖൂലുൽ മുനാഫിഖൂൻ, മുനാഫിക്കുകൾ പറഞ്ഞ സന്ദർഭം. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, വല്ലദീന ഒരു കൂട്ടരും, ഫീ ഖുലൂബിഹിം അവരുടെ കൽബുകളിലുണ്ട്, മറദുൻ രോഗം. എന്താണ് അവർ പറഞ്ഞത്? മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. മാ വഅദനല്ലാഹു, അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. മാ വഅദന, നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടില്ല. അള്ളാഹു വറസൂൽ, അള്ളാഹുവിൻ്റെ റസൂലും, ഇല്ലാ ഗുറൂറ, ഗുറൂറല്ലാതെ. ഗുറൂർ എന്ന് പറഞ്ഞാൽ ചതി, വഞ്ചന. നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉള്ളവരിൽ ആരുണ്ട്? ഈ കപട വിശ്വാസികളുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലുണ്ട്. അതേപോലെ തന്നെ ഔസ് ഇബ്നു ഖൈദി എന്ന് പറയുന്ന ബനു ഹാരിസ ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു കപടനുണ്ട്. അവരുടെ അനുയായികളുണ്ട്. 80ഓളം ആളുകളെ കൂട്ടിയിട്ട് അവർ മടങ്ങിപ്പോകുന്ന ചരിത്രമൊക്കെ നമ്മൾ വായിക്കും. ഈ കിടങ്ങിൻ്റെ യുദ്ധനാളുകളിൽ 80 ആളുകളെ കൂട്ടിയിട്ട് അവർ പിരിഞ്ഞു പോന്നിട്ടുണ്ട്. ഏതായാലും വൈദ് യഖൂലുൽ മുനാഫിഖൂൻ, മുനാഫിഖുകൾ പറഞ്ഞ സന്ദർഭം. മുനാഫിഖൂൻ എന്നുള്ളത് എന്ന് വന്നത് നിഫാഖിൽ നിന്ന്. നഫഖിൽ നിന്നാണ്. എന്താ നഫഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുരങ്കത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു വഴിയെ പ്രവേശിച്ചിട്ട് മറ്റൊരു വഴിയെ പുറത്ത് ചാടും, അല്ലേ? ദുഖൂലുൽ ഇസ്ലാം മിൻ വജിഹിൻ വ ഖുറൂജുഹു മിൻഹു മിൻ വജിഹിൻ ആഖർ എന്നാണ്. ഒരു വജിഹിലൂടെ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ട് മറ്റൊരു വജിഹിലൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, അതാണ് നിഫാഖ്. പിന്നെ അല്ലെങ്കിൽ ഉള്ളിൽ കുഫർ, പുറമേക്ക് ഇസ്ലാം. ഉള്ളിൽ കുഫർ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ. പുറമേക്ക് ഇസ്ലാം. ഇബ്താനുൽ കുഫർ വ ഇദ്ഹാറുൽ ഇസ്ലാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇബ്നു ജുറൈജ് അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ്, താബിഈങ്ങളിൽ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞാണ്, അൽ മുനാഫിഖ് യുഖാലിഫു ഖൗലുഹു അമലഹു വസിറഹു അലാനിയതഹു വമദ്ഖലഹു മഖ്റജഹു വമഗീബഹു മഷ്ഹദഹു എന്നാണ്. വമഗീബഹു മഷ്ഹദഹു 4 കാര്യം. അൽ മുനാഫിഖ് കപട വിശ്വാസി, യുഖാലിഫ് അവൻ്റേത് എതിരായിരിക്കും, ഖൗലഹു അമലഹു അവൻ്റെ വാക്ക് പ്രവൃത്തിയോട് എതിരായിരിക്കും, ഖൗലഹു അമലഹു. പിന്നെ
വ മദ്ഖലഹു മഖ്റജഹു, അവൻ്റെ മദ്ഖൽ എന്താ ആഗമനം അതെതിരായിരിക്കും മഖ്റജഹു ബഹിർഗമനത്തോട്. വന്നത് ഒരു നിലക്ക് പോണത് വേറെ നിലക്ക്. പിന്നെ അതേപോലെ തന്നെ യുഖാലിഫു മഷ്ഹദഹു മഗീബഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും എതിരായിരിക്കും. സാന്നിധ്യത്തിൽ ഒരു നിറം, അസാന്നിധ്യത്തിൽ വേറെ നിറം. അതാണ് യുഖാലിഫു ഖൗലഹു അമലഹു മദ്ഖലഹു മഖ്റജഹു മഗീബഹു മഷ്ഹദഹു. 4 കാര്യമുണ്ട്. ഏതായാലും കപടവിശ്വാസി അവൻ ദ്വിമുഖനായിരിക്കും. ഇവിടെ ഒരു നിറം അവിടെ ഒരു നിറം, ആ രീതിയിലായിരിക്കും. വൈദ് യഖൂലുൽ മുനാഫിഖൂൻ, കപടവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, എന്താ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, തങ്ങളുടെ കൽബുകളിൽ രോഗമുള്ളവരും. അവരാരാ? കൽബുകളിൽ രോഗമുള്ളവരാരാ? മുനാഫിക്കുകൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇദ് യഖൂലുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞിട്ട് വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ആവർത്തനാവൂലേ? കപടവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം ഹൃദയങ്ങളിൽ രോഗമുള്ളവരും. അത്ഫല്ലത് വാവൂൽ അത്ഫല്ലേ? അപ്പോൾ ഒരാവർത്തനം പോലെ അല്ലേ? അതന്നെയാണ് ഈ മുനാഫിഖൂൻ. അവിടെ ഒന്ന് വൈദ് യഖൂൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞിട്ട് ഈ വാവ് അതിന് അത്ഫ് ബയാൻ എന്നാണ് പറയുക. അത്ഫ് ബയാൻ. ഇത് വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ അത്ഫ് ബയാൻ. അതായത് മുനാഫിഖൂൻ എന്ന് പറഞ്ഞെങ്കിൽ ആരാണ് അവർ? അവരെ വിവരിക്കുകയാണ്. അല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, കൽബുകളിൽ ദീനമുള്ളവരാണ്, രോഗമുള്ളവരാണ് ഇവർ കപടവിശ്വാസികൾ. അതിനാണ് അത്ഫ് ബയാൻ എന്ന് പറയുന്നത്. സാധാരണ അത്ഫ് ഉണ്ടല്ലോ, അത് മുഗായറത്തിനെ തേടും. ജാ സെയ്ദുൻ വ അംറുൻ, ജാ സെയ്ദുൻ സെയ്ദ് വന്നു, വ അംറുൻ അംറുൻ വന്നു. സെയ്ദും അംറു വന്നാ അല്ല, സെയ്ദ് വേറെ അംറു വേറെ, അതിനാണ് അത്ഫ്. പക്ഷേ അത്ഫിൽ വേറൊരു വകുപ്പുണ്ട്, അതാണെന്ത്? അത്ഫ് ബയാൻ എന്ന് പറയും, ഈ പറഞ്ഞതിനെ വിവരിക്കാൻ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത് അൽ മുനാഫിഖൂൻ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ. കപടവിശ്വാസികൾ എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ കൽബുകളിൽ മറദ് രോഗമുള്ളവരാണ്. ചിലർ പറഞ്ഞ അങ്ങനെയല്ല. വൈദ് യഖൂൽ മുനാഫിഖൂൻ, കപടവിശ്വാസികൾ മുനാഫിക്കുകൾ പറഞ്ഞ സന്ദർഭം. ഇവിടെ മുനാഫിഖൂൻ എന്ന് പറഞ്ഞെങ്കിൽ കട്ട മുനാഫിക്ക്, കെട്ട മുനാഫിക്ക്, കെട്ട മുനാഫിക്ക്. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞെങ്കിൽ കട്ട മുനാഫിക്കാകാത്ത ചിലരുണ്ട്. ഇനിയും ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ള, മനസ്സിലായി? വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, തങ്ങളുടെ കൽബുകളിൽ രോഗമുള്ളവരും പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ഇവരെന്തല്ല, ഇവരെ പോലെ കട്ട അല്ല. പിന്നെയോ ഇവർ ചെറിയ ഒരു വസ്വാസ് അവർക്ക് പിടികൂടിയിട്ടുണ്ട്. ഇവരോടൊപ്പം നടന്നിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. രാപ്പനിയുടെ ചൂടേറ്റവർ, രാപ്പനിച്ചവരുണ്ട്, പനിൻ്റെ ചൂടേറ്റവരുണ്ട്. ഇവരാ ചൂടേറ്റവരാണ്. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ. അപ്പോൾ വാവ് എന്തല്ല, ഇത് അത്ഫ് ബയാനല്ല. വിശുദ്ധ ഖുർആനിൽ കൽബിൻ്റെ മറതുണ്ടല്ലോ, കൽബിൻ്റെ മറത് അത് കുറേ ഉണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം 2 കാര്യങ്ങളാണ്. 2 കാര്യമാണ്. ഒന്ന് ശുബ്ഹത്താണ്, സന്ദേഹം. മറ്റൊന്ന് ഷഹ്വത്താണ്, ജഡികേച്ച, ദേഹേച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം രോഗങ്ങളെ പറഞ്ഞിട്ടുണ്ട് കൽബുമായി ബന്ധപ്പെട്ട്. ഈ രോഗങ്ങളൊക്കെ മടങ്ങുന്നത് ഒന്ന് ശുബ്ഹത്തിലേക്കാണ്, മറ്റൊന്ന് ഷഹ്വത്തിലേക്കാണ്. ഇവിടെ ഉണ്ടല്ലോ, ഏതാ ഈ കാപട്യത്തിൻ്റെ ഒക്കെ രോഗം, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? അത് ശുബ്ഹത്താണ്, സന്ദേഹമാണ്, സംശയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, ഫീ ഖുലൂബിഹിം മറദുൻ. അല്ല, അതൊക്കെ ഈ കപടവിശ്വാസികളുടെ വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ പിന്നെ 27 രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൽബിനെ ഏൽക്കുന്ന 27 രോഗങ്ങൾ. അബൂ ഹയ്യാൻ അദ്ദേഹത്തിന് അൽ ബഹ്റുൽ മുഹീത്ത് എന്ന് പറയുന്ന തഫ്സീറിൽ ഈ രോഗങ്ങൾ എണ്ണിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കൽബിനെ ഏൽക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 27 രോഗങ്ങൾ ഒന്നുകിൽ ശുബ്ഹത്തിലേക്ക് അല്ലെങ്കിൽ ഷഹ്വത്തിലേക്ക് ഇങ്ങനെ മടങ്ങുക. ഇപ്പോൾ ഷഹ്വത്തിലേക്ക് മടങ്ങുന്ന രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. എന്താ എവിടെയാണ് പറഞ്ഞത്? അത് നമുക്ക് ഇവിടെ ഇതിൽ വരും. എന്താ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ ചിണുങ്ങി സംസാരിക്കരുത്. സ്ത്രീകൾ ചിണുങ്ങി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കൊഞ്ചി കുഴഞ്ഞിട്ടുള്ള വർത്തമാനം നടത്തരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. എന്താ ഫയത്മഅ, അപ്പം മോഹം തോന്നും, ആകർഷണീയത തോന്നും. ആർക്ക്? ഫി അല്ലദീ ഫി ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളവന്. ഹൃദയത്തിൽ രോഗമുള്ളവന് അപ്പോൾ മോഹം തോന്നുന്നതാണ് ചിണുങ്ങി സംസാരിച്ച സ്ത്രീകൾ.
അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംസാരിക്കരുതെന്ന് പറയണം. ആ രോഗം ഏതാ? ആ രോഗം ഷഹ്വത്താണ്, ശുബഹത്തല്ല. അത് വികാരപരാണ്. അത് വികാരം വിജൃംഭിതമായിട്ട് സ്ത്രീകളോടുണ്ടാകുന്ന പിന്നെ വിഷയമാണ്. അതിൻ്റെ ആ ഷഹ്വത്തിൻ്റെ ഉണ്ടല്ലോ രോഗമാണ് അവിടെ പറഞ്ഞത്. എല്ലാ ഹൃദ്രോഗങ്ങളും മൊത്തത്തിലെടുത്താൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇന്നലത്തെ രാത്രിയിലെ ക്ലാസ്സിൽ പറഞ്ഞു, ഈ അൽ ഖർനാത്തി ഇബ്നുൽ അസ്റഖ് എന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഈ ബദാഇഉ സിൽക്ക് ഫി സനാഇൽ മുൽക്ക് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം 896 അങ്ങാണ്ടാണ് അദ്ദേഹം മരിച്ചത്. പിന്നെ ഖർനാത്തി ഇബ്നുൽ അസ്റഖ് അദ്ദേഹത്തിൻ്റെ ഈ ബദാഇഉ സിൽക്ക് ഫി സനാഇൽ മുൽക്ക് എന്ന് പറയുന്ന കിതാബിൽ എത്ര രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞേ? 122 രോഗങ്ങൾ, പിന്നെ 105 എന്താ നല്ല കാര്യങ്ങൾ, ഹൃദയത്തിന് ഏൽക്കുന്ന പിന്നെ ഹൃദയത്തിൻ്റെ നല്ല പ്രവൃത്തികൾ, അത് 105 അദ്ദേഹം എണ്ണി. ഹൃദയത്തിന് ഏൽക്കുന്ന രോഗങ്ങൾ, അതായത് ഹൃദയത്തിലുണ്ടാകുന്ന ഹൃദയത്തിൽ വരുന്ന തെറ്റുകൾ, വീഴ്ചകൾ, അതാണ് ഹൃദ്രോഗങ്ങൾ. അത് അദ്ദേഹം 122 എണ്ണി. ഇതൊക്കെ ഉണ്ടല്ലോ ഈ 2 അടിസ്ഥാനങ്ങൾ, ഒന്നുകിൽ ശുബഹത്ത് അല്ലെങ്കിൽ ഷഹ്വത്ത്. ഇപ്പം ഈ നമുക്ക് അസൂയ, അലച്ച, കാമം, മോഹം, പ്രേമം, ഇതൊക്കെ രോഗങ്ങളാണല്ലോ, രോഗമല്ലേ? ഇപ്പം നമ്മളെപ്പോഴും പറയലുണ്ട്, യഖൂലു നബീദ ഉൽ ഹുയാമി അസാബഹു വഖദ് ആലിമത് നഫ്സി മക്കാന ഷിഫാഇയ എന്നാണ്. എന്താ യഖൂലൂൻ, അവർ പറയുന്നു, ബി എനിക്കുണ്ട്, ദാ ഉൽ ഹുയാം രോഗം, അസാബഹു ആ രോഗം ഇവൻക്ക് ഏറ്റിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നാണ്. വഖദ് ആലിമത് നഫ്സി മക്കാന ഷിഫാഇയ എന്നാണ്. പക്ഷേ എൻ്റെ നഫ്സിനറിയാം എൻ്റെ രോഗത്തിൻ്റെ ശമനം എവിടെയാണ് എന്ന്. എന്താ ഹുയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഒരു കവി കാമുകനാണ്. അദ്ദേഹം പറയാണ്, ആളുകളൊക്കെ പറയുന്നത് എനിക്ക് ഹുയാം രോഗം ഏറ്റിരിക്കുന്നു എന്നാണ്. ഹുയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകങ്ങൾ കേൾക്കുന്ന രോഗമാണ്. ഈ രോഗം ഒട്ടകത്തിന് ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടകം തിന്നൂല്ല, പിന്നെ ഇങ്ങനെ വിശന്ന്, അതേപോലെ തന്നെ തിന്നാനും കുടിക്കാനൊന്നും ഒരു ഇതും താല്പര്യമില്ലാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും. അങ്ങനെ തിരിഞ്ഞ് നടന്നിട്ട് ഒട്ടകം തീരലാണ്. അതാണ് ഹുയാം. അത്തരം രോഗമേറ്റ ഒട്ടകങ്ങൾക്കാണ് ഹീം എന്ന് പറയുക, ഹീം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആരെക്കുറിച്ച് പറഞ്ഞത്? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ഷുർബൽ ഹീം. ഹീം ഒട്ടകം കുടിക്കുന്നത് പോലെ കുടിക്കുന്നതാണ് നരകവാസികൾ, നരകത്തിലെ ഹമീം ചുടുവെള്ളം. അല്ലാഹു മജൂർനാ മിനന്നാർ, അല്ലാഹു കാക്കട്ടെ. അപ്പോൾ അതാണ് ഹീം, ഹുയാം രോഗം പിടിച്ച ഒട്ടകം. ഈ രോഗം എനിക്ക് പിടിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. കവി പറയാണ്, ഖൈസ് ഇബ്നു മുലവ്വഹിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഖൈസ് പറയാണ് അതിനോട് പ്രതികരിച്ചിട്ട്, വഖദ് അലിമത് നഫ്സി മക്കാന ഷിഫാഇയ, എൻ്റെ ഈ ഹുയാം രോഗത്തിൻ്റെ ശമനം എവിടെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ലൈലനെ കണ്ടാൽ എൻ്റെ രോഗം മാറും എന്നുള്ളതാണ്. ലൈല മജ്നൂൻ. അപ്പോൾ കണ്ട ഈ രോഗം ഇതെന്താ? ഇത് മനസ്സിനേൽക്കുന്ന രോഗമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താ? ഷഹ്വത്ത്. ഏതായാലും ഇങ്ങനെ ഈ ഷഹ്വത്തിനുള്ള രോഗങ്ങൾ, അതാണ് ഹൃദ്രോഗങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ഈ ആർത്തി, അസൂയ, കാമം, പിന്നെ നൈരാശ്യം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളുണ്ട്. അതൊക്കെ മടങ്ങുന്നത് എവിടേക്കാണ്? ഷഹ്വത്തിലേക്കാണ്. കപടവിശ്വാസം, അതേപോലെ തന്നെ കുഫർ, അതേപോലെ തന്നെ അഹങ്കാരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരോഗങ്ങൾ അതൊക്കെ മടങ്ങുന്നത് എവിടേക്കാണ്? ശുഭഹത്തിലേക്കാണ്. കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ശുഭഹത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൽബെന്നും ദീനത്തിന് അടിപ്പെട്ട അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ കൽബുകളിൽ ദീനാണ്, രോഗമാണ്. അള്ളാഹു അവർക്ക് രോഗം ഏറ്റിക്കൊടുത്തു, അവർക്കുള്ള ശിക്ഷ എന്നോണം എന്ന് പറയുന്നില്ലേ. ഏതായാലും വൈദ് യഖൂൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. മാ വഅദന അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടില്ല, വറസൂലും അള്ളാഹിൻ്റെ റസൂലും ഇല്ലാ ഗുറൂറൻ, ഗുറൂർ അല്ലാതെ. ഗുറൂർ എന്താ? ഗുറൂർ എന്നുള്ളത് ഗറിൽ നിന്നാണ്. ഗിർ എന്ന് പറയും. ഗിർ എന്ന് പറഞ്ഞാൽ ഗിർ എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുന്നവനാണ്. അൽ മുഅ്മിനു ഗിറുൻ കരീമുൻ വൽ ഫാജിറു ലഈം. അൽ മുഅ്മിൻ വിശ്വാസി ഗിറുൻ കരീമുൻ എന്ന് പറഞ്ഞത്.
ഗിറാണെന്നാണ്. ഗിർ എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുന്നവൻ. എന്താ പറ്റിക്കപ്പെടുന്നവൻ? മുഅ്മിനെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. കാരണം നേരെ വാ നേരെ പോ. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ഈ അടിമകൾ പോയിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നതാണ്. മൗലന്മാർ പോയിട്ട് നിസ്കരിക്കും. കാരണം എന്താ, അതേ നിസ്കരിക്കുന്ന ഒരു അടിമനെ കണ്ടാൽ വേഗം മോചിപ്പിക്കും. ഒന്നുകിൽ മുപ്പരതാണെങ്കിൽ മുപ്പര് മോചിപ്പിക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് മോചിപ്പിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അപ്പോൾ ചിലരുണ്ടല്ലോ, ചിലർ നിസ്കാരക്കാരൊന്നുമല്ല, പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ഔദാര്യം കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പരുടെ മുന്നിൽ പോയിട്ട് നിസ്കരിക്കും. അപ്പോൾ ആളുകൾ പറയും, അവർ നിങ്ങളെ പറ്റിക്കുകയാണ്, യഖ്ദഊനക, ഈ അടിമകൾ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വെറുതെ നിസ്കരിക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് വേണ്ടിയിട്ട് കയ്യെട്ടാണ് എന്ന് പറയാം. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നതാണ്, മൻ ഖദഅന ഇൻ ഖദഅന ലഹു, മൻ ഖദഅന, ആര് നമ്മെ പറ്റിച്ചോ, ഇൻ ഖദഅന ലഹു, അവന് വേണ്ടിയിട്ട് നമ്മളെന്താണ്, വഞ്ചിതനാകുകയാണ്, വഞ്ചനയ്ക്ക് നിന്ന് കൊടുക്കുകയാണ് നമ്മളെ പറ്റിച്ചവന് എന്ന് പറയുന്നതാണ്. അതാണ് ഗിർ. അതിനാണ് ഇത് വന്നത്, ഗർ, ഉറൂർ. ചിലർ പറയും ദുഹൂറു ഷൈ അൽ മുക്രഹ് അല വജ്ഹിൽ മെഹബൂബ്, അനിഷ്ടകരമായ കാര്യം അത് പ്രകടാകുക ഇഷ്ടകരമായ ഒരു സംഗതിയുടെ പേരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, അത് മനസ്സിലാക്കാൻ ഇവിടെ മാ വാഅദന അല്ലാഹു റസൂൽ, അല്ലാഹു അല്ലാഹു റസൂൽ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല ഇല്ലാ ഖുറൂറ, ഖുറൂറല്ലാതെ എന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാം ജയിക്കും, ഇസ്ലാമിനാണ് ആധിപത്യം മേൽക്കോയ്മ എന്നുള്ളത് ആര് പറഞ്ഞതാണ്? അള്ളാഹു പറഞ്ഞതാണ്. ഖന്തക്കിൽ ജയിക്കും എന്നുള്ള വിഷയമല്ല, കാരണം ഖന്തക്ക് ആകസ്മികമായി പെട്ടെന്ന് വന്ന വിഷയമാണ്. ഇതിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ കിടങ്ങ് കുഴിക്കുമ്പോഴല്ലേ പറഞ്ഞ്, കിസ്റ വിജയിച്ചടക്കും, കൈസർ വിജയിച്ചടക്കും, ഞാൻ പിന്നെ മദായിനിലെ കൊട്ടാരങ്ങൾ കണ്ടു, ബുസ്ര കൊട്ടാരങ്ങൾ കണ്ടു, അതേപോലെ തന്നെ ഈ യമനുമായൊക്കെ ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ജയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ കിടങ്ങ് കുഴിക്കുന്ന സമയം ഈ കിടങ്ങിൻ്റെ പരിസരത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ വിജയം അത് പിന്നെ കിസ്രയിൽ, പേർഷ്യയിൽ, റോമയിൽ, യമനിൽ, ഇതൊക്കെ റസൂൽ ഇവിടെ വെച്ച് പറഞ്ഞതാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ഇസ്ലാം എന്ത് ചെയ്യും, അതിനായിരിക്കും വിജയം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യുദ്ഹിറു അലദ്ദീനി കുല്ലിഹി എന്നൊക്കെ അള്ളാഹു പറഞ്ഞല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്, മാ വഅദന അല്ലാഹു വ റസൂലുഹു ഇല്ലാ ഖുറൂറ, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നമ്മളോട് വാഗ്ദാനം ചെയ്തത് വിജയമാണ്. പക്ഷേ ഇവിടെ മുന്നിൽ കാണുന്നത് എന്താ, പരാജയമാണ്. ഇവർ പ്രതീക്ഷിക്കുന്നത് വിജയത്തെയാണ്, പക്ഷേ മുന്നിൽ തെളിയുന്നത് എന്താണ്, പരാജയമാണ്. അതാണ് ഇവർ പറയുന്നത് ഖുറൂർ. കിടങ്ങിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഇവർ കാണുന്നത് എന്താ, ഇവരെ വിഴുങ്ങാൻ, മദീനയെ വിഴുങ്ങാനുള്ള വലിയൊരു സൈന്യത്തെയാണ്. ഇവിടെ ഭയങ്കര പേടിയാണ് പിടികൂടിയത്. അപ്പോൾ വിജയം വിജയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് പരാജയം പരാജയം പരാജയം, അതാണ് ഇവരുടെ വായന ഇവിടെ വെച്ചിട്ട് ഈ ശത്രുസേനയെ കാണുമ്പോൾ. അത് ഈ വിശ്വാസികൾക്കിടയിൽ നിന്നിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഇവർ പറയാണ്, വിശ്വാസികൾക്കിടയിൽ പറയണം. അതാണ് ഇവിടെ വിഷയം. മാ വഅദന അല്ലാഹു വ റസൂലുഹു ഇല്ലാ ഖുറൂറ. നമുക്ക് വേണമെങ്കിൽ ഇതിന് വഞ്ചന, ചതി എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു എന്താണ്, പിന്നെ വിദൂരമായിട്ടുള്ളൊരു ഉദ്ദേശമാണ്. طيب وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا وإذ قالت طائفة منهم, അവരിൽ നിന്ന് ഒരു വിഭാഗം പറഞ്ഞ സന്ദർഭം. അവരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപടന്മാരിൽ നിന്ന്. വൈദ് ഖാലത്ത് ത്വായിഫത്തും മിൻഹും, ഇവരിൽ നിന്നുള്ള ഒരു വിഭാഗം പറഞ്ഞപ്പോൾ അല്ലേ, അവിടെ ഈ മുനാഫിഖീങ്ങളിൽ രണ്ട് തട്ടുകാരുണ്ട്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിലാണ്. മറ്റൊരു കൂട്ടർ ഔസ് ഇബ്നു ഖൈദി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ്. രണ്ട് കൂട്ടരുണ്ട്. ഇത് ബനു ഹാരിസ ഗോത്രക്കാരാണ്, ഇയാൾ ബനു ഖസ്റജിൽപ്പെട്ട ആളാണ്. ബനു ഹാരിസ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഇവർ. വൈദ് ഖാലത്ത് ത്വായിഫത്തും മിൻഹും, അവിടെ വിശ്വാസികളുടെ ഒരു വിഭാഗം പറഞ്ഞ സന്ദർഭം. എന്താ അവർ പറഞ്ഞത്, യാ അഹ്ല യസ്രിബ്. യാ അഹ്ല യസ്രിബ് എന്ന് പറഞ്ഞാൽ എന്താ, യസ്രിബ് നിവാസികളെ, യസ്രിബിൻ്റെ ആളുകളെ എന്നുള്ള അർത്ഥത്തിൽ യാ അഹ്ല യസ്രിബ്. യസ്രിബ് എന്താ, യസ്രിബ് യസ്രിബ് മദീന അല്ലേ,
മദീനയുടെ പഴയ പേര് യസ്രിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേര് വിരോധിച്ചിട്ടുണ്ട്. പക്ഷേ മദീന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് യസ്രിബ് എന്നാണ്. യാ അഹ്ലെ യസ്രിബ്, യസ്രിബുകാരെ എന്നാണ്. യാ അഹ്ലെ യസ്രിബ്, യസ്രിബുകാരെ എന്ന് വിളിച്ച് പറഞ്ഞ സന്ദർഭം. ലാ മുഖാമ ലക്കും. ഇവിടെ യസ്രിബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് യസ്രിബ് എന്നായിരുന്നു മദീനക്ക് പണ്ട് കാലം മുതലേ പ്രസിദ്ധം. കാരണം യസ്രിബ് എന്നുള്ളതൊരു വ്യക്തിയുടെ പേരാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ മകൻ ഇറമിൻ്റെ 5ാമത്തെ പേരക്കുട്ടി യസ്രിബ് എന്ന പേരിലായിരുന്നു അദ്ദേഹം. അമാലിക്ക എന്ന് പറയുന്ന ഒരു അറേബ്യൻ ഗോത്രമുണ്ട്, അറബികളുണ്ടായിരുന്നു. അമാലിക്ക ആജാനുബാബുക്കളായ അറബികളായിരുന്നു. അവരാണ് മദീനയിൽ ഈ യസ്രിബിൽ ആദ്യം പാർത്തിയിരുന്നത്. അവർ ഈ യസ്രിബിൻ്റെ വാപ്പ ജുഹ്ഫയിൽ വന്ന് അവർ താമസിച്ചു. പക്ഷേ ജുഹ്ഫ എപ്പോഴും ആൾപ്പാർപ്പിന് പറ്റിയ സ്ഥലമല്ല. കാരണം ജുഹ്ഫ ജലപ്രവാഹത്തിൻ്റെ ഉണ്ടല്ലോ, മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ജലപ്രവാഹം വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജുഹ്ഫയിൽ ജലപ്രവാഹം കാരണത്താൽ പിന്നീട് ഇവർ ഈ യസ്രിബ് മദീനയിലേക്ക് പാർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പേരിലാണ് അറിയപ്പെട്ടത് ആ സ്ഥലം, യസ്രിബ് അറിയപ്പെട്ടു. ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്നതിൻ്റെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നടന്ന വിഷയമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ യസ്രിബ് ഇങ്ങനെ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താ? യസ്രിബിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞില്ലേ? ഇത് എവിടെ ഇപ്പോൾ അടുത്ത് പറഞ്ഞത്? നമ്മൾ യസ്രിബ് പറഞ്ഞത് എവിടെയാണ്? സൂറത്ത് യൂസുഫ് എടുത്തപ്പോൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലേ? ലാ തസ്രീബ്. എന്താ ലാ തസ്രീബ് എന്ന് പറഞ്ഞാൽ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ വന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ യൂസുഫ് ലഖദ് ആസറക്കല്ലാഹു അലൈന എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാ തസ്രീബ അലൈക്കും മുല്യവും യഗ്ഫിറുല്ലാഹു ലക്കും, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ ലാ തസ്രീബ് എന്ന് പറഞ്ഞാൽ യാതൊരു കുറ്റാരോപണമോ കുറ്റപ്പെടുത്തലോ ആക്ഷേപിക്കലോ ഇല്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തേറ്റെന്ന്. അതാണ് തസ്രീബ്. ഇതിൽ നിന്ന് വന്നാണെന്നാണ് പറഞ്ഞത് യസ്രീബ്. അത് ആക്ഷേപത്തെ കുറ്റപ്പെടുത്തലിനെ അർത്ഥമാക്കുന്നു യസ്രീബ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ യസ്രീബ് എന്നുള്ളതിനെ മാറ്റി. എന്നിട്ട് പേര് എന്താക്കി? അൽ മദീന എന്നാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ സമ്മൽ മദീനത എന്താ താബ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ തന്നെ മദീനക്ക് പറഞ്ഞു ഹാദിഹി തയ്ബ, ഹാദിഹി തയ്ബ. മദീനയെ നോക്കിയിട്ട് റസൂലുള്ളാഹി പറയും ഹാദിഹി തയ്ബ, ഇത് തയ്ബയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ സമ്മൽ മദീനത താബ, ഒരേ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട് ഹാദിഹി തയ്ബ ഹാദിഹി താബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനിട്ട് പേരാണ് അൽ മദീന, അൽ മദീനത്തു ഖൈറുൽ ലഹും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പേര് മാറ്റി, യസ്രിബ് എന്നുള്ള പേര് മാറ്റി. അതിൻ്റെ അർത്ഥം ഒരു ഇതല്ല, സർബ് എന്നതിൽ നിന്ന് വന്നതാണ് യസ്രിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർബ് എന്ന് പറഞ്ഞാൽ ഫസാദ് എന്നർത്ഥം, ഫസാദ്. അതുകൊണ്ടൊക്കെ ആ പേര് മദീനക്ക് എന്താണ് ചേർന്നതല്ല. അതില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് യസ്രിബ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചിട്ട ആ സന്ദർഭം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ വരുന്ന ഒരു വിഷയമാണത്. കാരണം സഫിയ റളിയല്ലാഹു തആലാൻ്റെ ഉപ്പ എന്താ? സഫിയ റളിയല്ലാഹുവിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? ഹുയയ് ഇബ്നു അഖ്തബ്. ഹുയയ് ഇബ്നു അഖ്തബ് നദറിയാണ്. നദറി എന്ന് പറഞ്ഞാൽ ബനു നദീർ ജൂതഗോത്രം. ഈ കിടങ്ങി യുദ്ധം ഉണ്ടാകാനുള്ള കാരണം ആരാണ്? ഇയാളാണ്. സഫിയ റളിയല്ലാഹുവിൻ്റെ ഉപ്പയാണ് ഈ കിടങ്ങി യുദ്ധത്തിൻ്റെ കാരണം. ഇയാളാണ് ഖൈബറിലേക്ക് നാട് കടത്തപ്പെട്ട് അവിടെ നിന്ന് അറബികളെ മുഴുവൻ ഇയാളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂട്ടിയത്. റസൂലുള്ളാഹിൻ്റെ ഭാര്യൻ്റെ വാപ്പ ഹുയയ് ഇബ്നു അഖ്തബ്. ഏതായാലും സഫിയ റളിയല്ലാഹു തആല അൻഹാൻ്റെ കവിളത്ത് ഒരടിയേറ്റ പാടുണ്ടായിരുന്നു. അതൊരു പച്ച കളറിൽ ഒരു ഖുദ്റത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയില്ലേ, അടിയേറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു. അവരാണെങ്കിൽ സുന്ദരിയായിരുന്നു, വെളുത്ത ശരീര പ്രകൃതിയായിരുന്നു. അവിടെ ഒരു ശക്തമായ ഇടിയേറ്റാൽ ഉണ്ടാകുന്ന ആ ഒരു അടയാളം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ് മാ ഹാദിഹിൽ ഖുദ്റത്തു യാ സഫിയ, സഫിയ എന്താണ് ഈ അടയാളം ചോദിക്കാൻ. അപ്പോൾ സഫിയ റളിയല്ലാഹു പറയാണ് റസൂലെ, ഞാൻ എൻ്റെ ഭർത്താവ് കിനാന ഇബ്നു അബിൽ ഹുഖൈഖ്, ആദ്യ ഭർത്താവ് കിനാന ഇബ്നു അബിൽ ഹുഖൈഖിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു, തല വെച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട്, അവർ ഉറങ്ങിയൊരു സ്വപ്നം കണ്ട്.
സ്വപ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയാണ് പിന്നെ ആകാശത്തിൽ നിന്ന് ഖമർ ചന്ദ്രൻ അത് അടർന്നു വീഴുകയും അവരുടെ മടിയിൽ വരികയും ചെയ്യണതാണ് സ്വപ്നം. അപ്പോൾ ഭർത്താവിനോട് അവരത് പറഞ്ഞ് ഇങ്ങനെ മാനത്ത് നിന്ന് ഖമർ വീണിട്ട് എൻ്റെ മടിയിൽ കിടക്കുന്നത് സ്വപ്നം കണ്ടു. അതിൽ ഈ ഭർത്താവ് കിനാന ഒരൊറ്റ ഇടിയാണ്. എന്നിട്ട് പറഞ്ഞു എന്നാണ് തമന്നൈന മലിക യസ്രിബ്. എന്താണ് തമന്നൈന മലിക യസ്രിബ്? അതാണ് ഞാൻ ഓർക്കുന്നത്. യസ്രിബിൻ്റെ രാജാവിനെ കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണെന്ന് ചോദിച്ചു. യസ്രിബ് മലിക് യസ്രിബ് ആരാ? യസ്രിബിൻ്റെ മലിക്കാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലിക് യസ്രിബിനെ നീ മോഹിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഇടിച്ചു എന്നാണ്. അപ്പോൾ നിൻ്റെ മനസ്സിൽ യസ്രിബിൻ്റെ രാജാവാണോ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ എന്ന് ചോദിച്ചിട്ടാണ് ഇടിച്ചതെന്ന്. ആ ഇടിൻ്റെ എന്താണ് പിന്നെ അടയാളമാണ് ഇതെന്നാണ്. ശരിക്കും സഫിയ റളിയല്ലാഹു തആല കണ്ട ആ സ്വപ്നം എന്ത് ചെയ്തു? പിന്നീട് സാക്ഷാത്കൃതമായി. റസൂലുള്ളാഹി എന്ത് ചെയ്തു? പിന്നെയാണ് സഫിയ റളിയല്ലാഹു തആല കല്യാണം കഴിക്കുന്നത്. പക്ഷേ അലാക്കുല്ലി ഈ മലിക് യസ്രിബ് അത് ഞാൻ പറഞ്ഞ യസ്രിബ് എന്നുള്ള പ്രയോഗത്തിൻ്റെ ആ ഒരു പിന്നെ പ്രത്യേകത അതായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം അത് അൽ മദീനയായി, താബയായി, ത്വയ്ബയായി പറയപ്പെട്ടു. യസ്രിബ് എന്നുള്ളത് പിന്നീട് എന്താണ് മദീനക്ക് പറയപ്പെടുന്നത് പിന്നെ കറാഹത്താണ്, മക്രൂഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലക്കിയ വിഷയമാണ്. പിന്നെ എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ യാ അഹ്ല യസ്രിബ് എന്ന് പറഞ്ഞത്? അതേപോലെ തന്നെ ഈ സൂറത്ത് ഹസാബിൽ സൂറത്ത് തൗബയിൽ 2 തവണ വന്നിട്ടുണ്ട് യസ്രിബ്. പിന്നെയും സൂറത്ത് തൗബയിൽ വന്നിട്ടുണ്ട്, ദീ തന്നെ വന്നിട്ടുണ്ട്, ഹസാബിൽ വന്നിട്ടുണ്ട്, വേറെ 4 തവണ യസ്രിബ് വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ പിന്നെ എന്തിനാ പറഞ്ഞത് യസ്രിബ്? അതാണ് വിഷയം. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതല്ല, പിന്നെ അവർ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ധരിക്കുകയാണ്, അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല മറ്റുള്ളവരെ ഉദ്ധരിക്കുന്നതേ വന്നിട്ടുള്ളൂ, അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും മദീനയെ എന്ത് ചെയ്തിട്ടില്ല, യസ്രിബ് എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടില്ല. طيب وإذ قال طائفة منهم يا أهل يثرب യസ്രിബുകാരെ ലാ മുഖാമ ലക്കും ഫർജിഉ. ലാ മുഖാമ ലക്കും ഫർജിഉ. ലാ മുഖാമ ലക്കും. മുഖാം എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇഖാമത്ത് എന്ന അർത്ഥത്തിൽ ഇസ്തിഖറാർ, താമസ സ്ഥലം. ലാ മുഖാമ ലക്കും, നിങ്ങൾക്ക് ഇസ്തിഖറാർ ഇല്ല. ഇസ്തിഖറാർ എന്നാൽ എന്താ? ഒരു സുസ്ഥിതി ഇല്ല, അല്ലെങ്കിൽ താമസിക്കാനുള്ള ഇടമേ അല്ല, നിൽക്കാനുള്ള ഇടമേ അല്ല. ഫർജിഉ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിക്കോളി. ഫർജിഉ, അതിനാൽ നിങ്ങൾ മടങ്ങിക്കോളി. ലാ മുഖാമ ലക്കും. മുഖാം എന്നുള്ളത് നമ്മൾ നിലനിൽപ്പിന് പറയും, അതേപോലെ തന്നെ സുസ്ഥിതിക്ക് പറയും. കപട വിശ്വാസികളിൽ നിന്നൊരു വിഭാഗം പറയാണ് യാ അഹ്ല യസ്രിബ്, യസ്രിബുകാരെ. നോക്കി ആ പ്രയോഗം തന്നെ നോക്കി. കപട വിശ്വാസി റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലാത്ത പേരാണ്, പ്രയോഗമാണ് എന്ത്? യസ്രിബ്. റസൂലുള്ളാഹിക്ക് എന്താണ്? റസൂലുള്ളാഹിക്ക് അൽ മദീനയാണ്. പക്ഷേ ഇവർ നോക്കി പ്രയോഗിക്കുന്നത് ഇത് യാ അഹ്ല യസ്രിബ്. അപ്പോൾ അവരുടെ മനസ്സെത്ര കെട്ട മനസ്സാണ്. അവരെ ഉള്ളതെവിടെ? അവരുള്ളത് റസൂലുള്ളാഹിൻ്റെ ഒപ്പാണ്. ഈ കിടങ്ങ് കീറാൻ അവരുണ്ട്, ഈ തണുപ്പിൽ അവരുണ്ട്, ഈ വിശപ്പിലും അവരുണ്ട്. പക്ഷേ ഒന്നും ആത്മാർത്ഥമായിട്ടല്ല. അവർ പറയണം യാ അഹ്ല യസ്രിബ്, യസ്രിബുകാരെ ലാ മുഖാമ ലക്കും. പിന്നെ അതിൽ വേറൊരു വിഷയമുണ്ട്. യാ അഹ്ല യസ്രിബ്, യാ അഹ്ല യസ്രിബ് പറയുമ്പോൾ മദീനക്കാർ, അൻസാരികൾ അല്ലേ? അതിലാരെ വിഗണിക്കലുണ്ട്? മുഹാജിറുകളെ വിഗണിക്കലുണ്ട്. മുഹാജിറുകളെ വിഗണിക്കലുണ്ട്. രണ്ടാക്കാനുള്ള പ്രയോഗം അതാണ്. ലാ മുഖാമ ലക്കും, ഇവിടെ നിങ്ങൾക്ക് യാതൊരു സുസ്ഥിതിയും പിന്നെ അതേപോലെ തന്നെ സുസ്ഥിതിയും അതേപോലെ തന്നെ ഇടവുമില്ല. ഇടവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കാനുള്ള ഇടം ഇല്ല, ഇവിടെ നിൽക്കാൻ പറ്റൂല നമുക്ക്. അതാണ്, നമുക്കിവിടെ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഫർജിയോ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മടങ്ങിക്കോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, സഹാബികൾ ഉണ്ട്. അവിടുന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഇങ്ങനെ ഇടങ്കോലിടുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഗണിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്ത് ചെയ്യണത്? അവർ ഈ ആളുകളെ പിടിച്ചു വലിക്കുന്നത്. ലാ മുഖാമ ലക്കും ഫർജിയോ. ചിലർ മുഹാജിറുകൾ മുനാഫികളില്ല, അൻസാരികളിലല്ല, അവർ അൻസാരികളിൽ നിന്ന് വേറിട്ട ടീം. അതുകൊണ്ട് ഫർജിയോ, നിങ്ങൾ മടങ്ങിക്കോളിയും എന്നിവർ പറഞ്ഞു. അത് ഈ സന്ദർഭത്തിൽ വൈദ് ഖാലത് ത്വായിഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും. ലാ മുഖാമ ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല,
യാതൊരു നിക്കക്കള്ളിയില്ലെന്നറിയില്ലേ, അതാണ് അതിൻ്റെ പ്രയോഗം. നിക്കക്കള്ളിയുമില്ല, അല്ലെങ്കിൽ സുസ്ഥിരതയുമില്ല, ഇസ്തിഖ്റാറില്ല. ഇഖാമത്ത് ഇല്ല, ഇസ്തിഖ്റാറില്ല, ഇഖാമത്തില്ല. കാരണം ഇവിടെ ഫർജിയോ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിക്കോളി. ഇവിടെ പിന്നെ കപട വിശ്വാസമാണുള്ളത് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ശത്രു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഭീതിതമായ അവസ്ഥയിൽ നമുക്ക് ഇവിടെ യാതൊരു നിക്കക്കള്ളിയില്ല, അതുകൊണ്ട് മടങ്ങിക്കോളും. അങ്ങനെയാവാം. പിന്നെ കപട വിശ്വാസികളുടെ മറ്റൊരു ഭാഷ ഉണ്ട് ഈ ദീനിൽ തന്നെ. കാരണം എന്താ, അള്ളാഹു വാഗ്ദാനം ചെയ്ത എന്താ, ദീന് പുലരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ദീന് തളരേണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് ഫർജിയോ, ഈ ദീനിൽ നിന്ന് നിങ്ങൾ മടങ്ങിക്കോളി, ഈ ദീനിൽ നിന്ന് തന്നെ നിങ്ങൾ മടങ്ങിക്കോളി. ആ വിശ്വാസികളോട് ഇവിടെ കപട വിശ്വാസികൾ പറയാണ്, ആളുകളോട് പറയാണ്, ഈ ദീനിൽ നമുക്കെന്തില്ല, യാതൊരു മുഖാമും ഇല്ല, ഒരു സ്ഥിരതല്ല. അതുകൊണ്ട് ദീനിൽ തന്നെ നിങ്ങൾ മടങ്ങിക്കോളി എന്ന ഉദ്ദേശം. അതും ആ കപട വിശ്വാസിയാണല്ലോ പറയുന്നത്. ഈ സാഹചര്യത്തിലിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മുതലാക്കുകയാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ പേടിച്ചിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല, അതുകൊണ്ട് മടങ്ങിക്കോളി എന്നത് അവരുടെ നേരിട്ടുള്ള വർത്താനാണ്. ഉദ്ദേശം ഈ ദീന് തന്നെ പുലരുമെന്നാണ് പറഞ്ഞത്. ഇത് പുലരുന്ന അവസ്ഥയല്ല, തളരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഫർജിയോ, ഈ ദീനിൽ നിങ്ങൾ മടങ്ങിക്കോളി എന്ന് കപട വിശ്വാസികൾ പറഞ്ഞു. വയസ്തഅ്ദിനു ഫരീഖും മിൻഹുമുൻ നബി യഖൂലൂന ഇന്ന ബുയൂതന ഔറ വമാ ഹിയ ബിഔറ. വയസ്തഅ്ദിനു, അനുവാദം തേടുന്നു, ഫരീഖും മിൻഹും, അവരിൽ നിന്നൊരു വിഭാഗം, ഇവരിൽ നിന്ന് ഒരു വിഭാഗം അനുവാദം തേടുന്നു. ആരോട് അനുവാദം തേടുന്നു? അന്നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം തേടുന്നു. എന്താണ്? യഖൂലൂൻ, അവർ പറയുന്നു, ഇന്ന ബുയൂതന ഔറത്തുൻ, ഇന്ന ബുയൂതന, തീർച്ചയായും ഞങ്ങളുടെ വീടുകൾ, ഔറത്തുൻ, ഔറത്താകുന്നു. ഔറത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് ഗൈറു മുഹസ്സന എന്ന് പറഞ്ഞാൽ പിന്നെ സുരക്ഷിതമല്ല. ഔറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നഗ്നം എന്ന് പറയും. ഇവിടെ ഉദ്ദേശം സുരക്ഷിതത്വം ഉള്ളതല്ല എന്ന അർത്ഥത്തിൽ. അന്നത്തെ കാലങ്ങളിൽ വീട് സുരക്ഷിതമാണെങ്കിൽ എന്ത് വേണം? ഒരു വീട്, അതിന് മതിൽ, ഉയർന്ന മതിൽ, ഭദ്രമായ മതിൽ, ഇതൊക്കെ വേണം. അപ്പോൾ ചിലർ പറയാണ് ഞങ്ങളുടെ വീട് എന്തല്ല, ഭദ്രമല്ല, അതിന് മതിലില്ല, മതിലിടിഞ്ഞതാണ്, പൊളിഞ്ഞതാണ്, എപ്പോഴും ആർക്കും ചാടിക്കയറാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇത് ഉണ്ടല്ലോ, മദീനയുടെ പശ്ചാത്തലത്തിൽ ഈ ആയത്തിറങ്ങിയ സാഹചര്യത്തിൽ ഇതിനെ മനസ്സിലാക്കണം. ബനു ഹാരിസ വിഭാഗം ഉണ്ടല്ലോ, ബനു ഹാരിസ, ഇവരും ബനു സലമയും, രണ്ട് ഗോത്രങ്ങൾ. ഇവർ പിന്നെ അയൽവാസികളാണ്, അടുത്തടുത്താണ്. ഇവർ താരതമ്യേന മസ്ജിദ് നബവിയിൽ നിന്ന് അകലെയാണ് പാർത്തിരുന്നത്. ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ് പാർത്തിരുന്നത്, ഇവിടെ പാർത്തിരുന്നത്. മനസ്സിലായോ? എല്ലാവരും മദീനയുടെ ഉള്ളിലാണ്, മസ്ജിദ് നബവിയോട് അടുത്താണ്. ബനു ഹാരിസയും ബനു സലമയും അതിൽ നിന്ന് അല്പം ഇങ്ങോട്ട് വിട്ടാണ്, ഈ ഭാഗത്താണ്. ഇവിടെ മസ്ജിദുൽ ഖിബ്ലത്തൈനൊക്കെ വരിക ഈ ഭാഗത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കിടങ്ങ് കീറിയിട്ട് മദീനയെ ഭദ്രാക്കിയിട്ടുണ്ട്. എന്നാൽ ബനു ഹാരിസയും ബനു സലമയും അവർ താരതമ്യേന, ഈ ശരിയാണ്, മതിലിന് കിടങ്ങിനുള്ളിലാണെങ്കിലും അവരെന്താണ്, അതിർത്തിയിലാണ്. ഇവർ ഈ അതിർത്തി, കിഴക്കേ അതിർത്തിയിലാണ്. അത് ഇവരെല്ലാവരും കപട വിശ്വാസികളല്ല. ഇവരിൽ കപട വിശ്വാസികൾ, പ്രത്യേകിച്ച് ബനു ഹാരിസയിൽ ആരുണ്ട്? ഈ ഔസ് ബിൻ ഖൈദ് ഒക്കെ ഇതിലാണ്. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർ പറയാണ് ഞങ്ങളുടെ വീട് ഔറയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിടങ്ങിനകത്ത് ഭദ്രാണ്, ഞങ്ങളോ അതിൽ നിന്ന് അകലത്താണ്. ഞങ്ങൾ മദീനൻ്റെ കിഴക്കേ അതിർത്തിയിലാണ്, കിഴക്ക് വടക്ക് അതിർത്തിയിലാണ് എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് ഈ ബനു സലമ റസൂലുള്ളാഹിനോട് അനുവാദം ചോദിക്കില്ലേ? എന്തിന്? ബനു സലമ ചോദിക്കുന്നുണ്ട്, റസൂലെ ഞങ്ങൾ മസ്ജിദ് നബവിയിൽ നിന്ന് അകലത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ മസ്ജിദ് നബിയുടെ അടുത്തേക്ക് താമസം മാറ്റട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ റസൂലുള്ള പറയുന്നത്? വേണ്ട. എന്തിനാ പറയുന്നത്? ആസാറക്കും തുക്തബു ഉജൂറുക്കും, നിങ്ങളുടെ കാൽവെപ്പുകൾ നിങ്ങൾക്ക് കൂലി ഏറ്റി തരും എന്നറിയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ബനു സലമ മസ്ജിദ് നബവിൻ്റെ അടുക്കലേക്ക് താമസം മാറ്റാൻ ഉദ്ദേശിച്ചു. കാരണം അവർ വളരെ വിട്ടാണ്. അപ്പോൾ റസൂൽ പറയണം അങ്ങനെ മാറി താമസിക്കണം, നിങ്ങൾ അവിടെ തന്നെ പാർത്തോളി, നിങ്ങളുടെ കാൽവെപ്പുകൾ, നിസ്കാരത്തിന് വരാനുള്ള കാൽവെപ്പുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂലി വർദ്ധിപ്പിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബനു സലമ, ബനു ഹാരിസ, ഇവരൊക്കെ
എന്താണ് മദീനയുടെ മസ്ജിദ് നബിയിൽ നിന്ന് അകലത്തിൽ മദീനയുടെ അതിർത്തിയോടനുബന്ധിച്ചാണ്. അപ്പോൾ അതിനെ മുതലെടുത്തിട്ട് അവർ പറയുകയാണ് ഇന്ന ബുയൂതന ഔറ, ഞങ്ങളുടെ വീടുകളൊക്കെ ഔറത്താണ് എന്ന് പറയുന്നു. ഇവരെല്ലാവരും അല്ല കേട്ടോ, ഇവരിൽ ചിലരെ കപട വിശ്വാസികൾ അവരിൽ ചിലരാണ് അവർ പറയാണ്. അതിന് അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഇവർക്ക് പോകണം, റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ച് പോകണം. അതിന് അവർ കാരണം കാണുകയാണ്, എല്ലാവരും ഇതിനുള്ളിലാണ്, ഞങ്ങൾ അകലത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, എന്നെ ബുയൂതന ഔറ, അതുകൊണ്ട് ഞങ്ങൾക്ക് മടങ്ങണം, നിങ്ങളതിന് സമ്മതം തരണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ അനുവാദം ചോദിക്കുകയാണ്. അതാണ് അവിടെ വിഷയം, ഇന്ന ബുയൂതന ഔറ. അപ്പോൾ പറയാണ് വമാഹിയ ബി ഔറ. എന്താ വമാഹിയ ബി ഔറ? ഇതൊരു ജുംല മുഅ്തരിദാന്ന് പറയാം. അവ അല്ല എന്ന് പറഞ്ഞാൽ ബുയൂത്ത്, അവരുടെ വീടുകളല്ല, എന്തല്ല ബി ഔറത്തിൻ, ഔറത്തല്ല എന്നാണ്, ഒരിക്കലും ഔറത്തല്ല, അങ്ങനെ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലല്ല വീടുകൾ, അവരുടേതും ഭദ്രമാണ്. അവർ പറയുന്നത് പിന്നെ ഈ അകലത്തിലാണെന്നുള്ളത് കൊണ്ടാണ്, മസ്ജിദ് നബിയിൽ നിന്ന് ദൂരത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതും എവിടെയാണ്? ഈ ഖന്തക്കിൻ്റെ ഉള്ളിലാണ്, ഖന്തക്കിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഖണ്ഡിതമായിട്ട് പറയുന്നത് വമഹിയ ബി ഔറത്തിൻ, ഒരിക്കലും അവ ഔറത്തല്ല. അവിടെ മുഹസ്സനത്ത്, സുരക്ഷിതം എന്ന അർത്ഥത്തിലാണ് ഔറത്ത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ ഗൈർ മുഹസ്സന, ഗൈർ മുഹസ്സന, സുരക്ഷിതമല്ല എന്ന അർത്ഥത്തിൽ. അരക്ഷിതമല്ല, അതെ, അരക്ഷിതം, ഓക്കെ, അരക്ഷിതം ശരിയാണ്. ഈ ഔറത്ത് എന്താ? ഔറത്ത് എന്താ? ഔറത്ത് ആറിൽ നിന്നാണ്. എന്താണ് ആറ്? ആറ് ആക്ഷേപമല്ലേ? ആക്ഷേപം ആണ് ആറ്. ആക്ഷേപിച്ചു, ആറ. കണ്ടാൽ ആക്ഷേപിക്കപ്പെടുന്ന സംഗതി എന്താണ്? അതാണ് ഔറത്ത്. ഒരാൾ തൻ്റെ നഗ്നത വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആക്ഷേപിക്കപ്പെടില്ലേ? ഒരാൾ ഉടുമുണ്ടില്ലാതെ അങ്ങനെ നടക്കുകയാണെങ്കിൽ അയാൾ ഉഷാറാണെന്ന് പറയുമോ? അല്ല, രാജാവിന് ഉടുമുണ്ടില്ല എന്നല്ലേ, നഗ്നനായ രാജാവെന്ന് കുട്ടികൾ വരെ പറഞ്ഞല്ലേ, ആക്ഷേപാർഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഔറത്ത് എന്ന് പറയുന്നത്, നഗ്നതക്ക് ഔറത്ത് എന്ന് പറയുന്നത്. ആരിയത്ത് എന്ന് പറയും. എന്തിനാ ആരിയത്ത് എന്ന് പറയാം? ആരിയത്ത് എന്ന് പറഞ്ഞാൽ ഇരവലാണ്. ഇരവൽ എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ പറയും തംലീഖുൽ മനാഫിഇ മജ്ജാനൻ, ഉപകാരങ്ങൾ ഫ്രീ ആയി ഉടമപ്പെടുത്തുന്നതിനാണ് പിന്നെ ആരിയ എന്ന് പറയാം. ഇപ്പോൾ വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞാൽ എന്താ? യംനഊനൽ മാഊൻ എന്താ? മാഊൻ മവാഈൻ, ഇരവൽ വസ്തുക്കൾ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ സാധാരണ ഈ അയൽപക്കങ്ങളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടുന്ന് ഒരു കത്തി ഒഴിക്കും, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒഴിക്കും, ഇനി എന്തെങ്കിലും കുഴിക്കാനോ തോണ്ടാനോ എന്തെങ്കിലും ഉപകരണങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഈ സൽക്കാര കാര്യമാണെങ്കിൽ പ്ലേറ്റോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ, ഒക്കെ ഓർഡർ ചെയ്തിട്ട് വരുന്നതാണ്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല, അതൊക്കെ ഇങ്ങനെ കൈമാറ്റം. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. സ്പൂണാണെങ്കിലും സ്പൂണായിരിക്കും തിരിച്ചു കൊടുക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ ഇനിയിപ്പോൾ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെതാണെങ്കിൽ തന്നെ തിരിച്ചു കൊടുക്കണം, ചിരട്ടക്കൈയിലാണെങ്കിൽ തിരിച്ചു കൊടുക്കണം അല്ലേ? അതാണ് ആരിയ എന്ന് പറയുന്നത്, ഇരവൽ. അതിപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളല്ല, ചെറിയ ചെറിയ സാധനങ്ങൾ, അതിനാണ് മവാഈൻ എന്ന് പറയാം. നഊൻ അൽ മാഊൻ, മാഊൻ വരെ വിലങ്ങുന്നവർ തടുക്കുന്നവരെന്ന് പറയില്ലേ, അതൊരിക്കലും തടുക്കാൻ പാടുള്ളതല്ല. അയലോക്കത്ത് നിന്ന് ഇച്ചിരി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യത്തിനുള്ളൊരു സാധനം അത് കൊടുത്ത് സഹായിക്കണം. അതാണ് തംലീഖുൽ മനാഫിഇ മജ്ജാനൻ. കത്തി ചോദിക്കണത് എന്തിനാ? കത്തി ചോദിക്കണത് കുത്താനേക്കാരം, ചിലപ്പം മുറിക്കാനായിരിക്കും അല്ലേ? ആ കുത്തലും മുറിക്കലും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ കുത്തലും മുറിക്കൽ, അതാണ് മനാഫിയ, ഉപകാരം എടുക്കൽ. അത് മജ്ജാനൻ, അതിന് പൈസ വാങ്ങുക പാടുള്ളതല്ല. അതേസമയം ഇത് കുത്തി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കൊടുക്കണം, തിരിച്ചു കൊടുക്കണം, സാധനം തിരിച്ചു കൊടുക്കണം. അതിനാണ് ആരിയ എന്ന് പറയുക. ഫിഖിൽ അതൊരു ബാബാണ്, വലിയ ബാബാണ്. അത് ചെറിയ സാധനം മുതൽ വലിയ സാധനം വരെ ഉണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് മക്കം ഫതഹായപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യയോട് 100 അങ്കികൾ വാങ്ങി, 100 അങ്കികൾ. അതിനെക്കുറിച്ച് പറയാം അൽ ആരിയ എന്നാണ് പറയാം, ആരിയ. അൽ ആരിയത്തു മദ്മൂനത്തുൻ, അല്ലെങ്കിൽ അൽ ആരിയത്തുൽ മദ്മൂന എന്നാണ്. ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊടുക്കുക. സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന മുസ്ലിം അല്ല, മക്ക ഫതഹായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഇവിടെ മക്കം ഫത്തിന് വന്ന വലിയ ആയുധക്കോപ്പായിട്ടല്ല വന്നത്. പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോഴാണ് പിന്നെ സഖീഫ് അവിടെ ഉണ്ട്, ഹുനൈൻ ലൗത്താസിലൊക്കെ ശത്രുക്കൾ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അവിടുന്ന് ഒരു യുദ്ധത്തിന് സൈന്യത്തെ നയിക്കേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ സഫ്വാൻ ഇബ്നു ഉമയ്യയോട് 100 അങ്കികൾ വാങ്ങി. അപ്പോൾ സഫ്വാൻ ചോദിക്കുകയാണ്, ഇത് പിന്നെ ഏത് വകുപ്പിലാണ് പെടുക എന്നുള്ളത്? പൈസക്ക് വാങ്ങുകയാണ്, അതല്ലാതെ ഉപയോഗിച്ചിട്ട് തിരിച്ചു തരുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഉപയോഗിച്ചിട്ട് തിരിച്ചു തരും, പക്ഷേ അത് മദ്മൂനത്തായിട്ടെന്ന് പറഞ്ഞെങ്കിൽ ഇനി അതിനെന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ നഷ്ടത്തുക എന്ത് ചെയ്യും? വെച്ച് തരും. അതാണ് ആരിയ. സാധനം ഉപയോഗിച്ചിട്ട് സാധനം തിരിച്ചു കൊടുക്കുക, അതിൻ്റെ ഉപയോഗം ഫ്രീ ആയിട്ട് എടുക്കുക. അത് ചെറിയ വസ്തു മുതൽ വലിയ വസ്തു വരെ.
പക്ഷേ പലപ്പോഴും ഈ ആര്യ ഉണ്ടല്ലോ ഇങ്ങനെ ഇരവൽ ഒരു സ്തുത്യർഹമായ കാര്യം അതല്ല. ചിലപ്പോൾ അയലോകത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് പോലും അറിയും ഇവിടെ നമ്മളൊരു ബക്കാലം തുടങ്ങിയിട്ടില്ല കേട്ടോ എന്ന് പറയും ഇല്ലേ. അതെന്നാൽ ഒരു ആക്ഷേപാർഹമായ ഒരു കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് എന്ത് പേര് വെച്ചത്? ആര്യ എന്ന് പേര് വെച്ചത്. ഔറത്തിൽ നിന്നാണ് അത് വരുന്നത്. അതൊരു സ്തുത്യർഹമായ പരിപാടിയല്ല. അനാവശ്യമാണെങ്കിൽ ആവശ്യമാണെങ്കിലോ അത് വലിയ പുണ്യമാണ് ആര്യത്ത്. ഏതായാലും അതാണ് ഈ ഔറത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ ഈ ഔറത്ത് എന്ന് പറയുന്നത് ഇവരുടെ വീടുകളൊക്കെ ഔറത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെ മറക്കാൻ എന്തില്ല? മതിലുകളില്ല. അതേപോലെ തന്നെ അത് കോട്ടക്കകത്തല്ല. മദീനയിൽ കുറേ കോട്ടകളാണ്, കോട്ടക്കകത്താണ് പലരുടെയും താമസം. പക്ഷേ ഈ ബനു ഹാരിസ, ബനു സലമ ഇവരുടേതൊക്കെ എന്താണ് മദീനയുടെ അതിർത്തിയിലാണുള്ളത്. പിന്നെ അതൊന്നും എന്തില്ല വലിയ മതിൽക്കെട്ടിനകത്തോ കാര്യമോ അല്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അതാണ് ഇവരെന്ത് ചെയ്യണത് ഇവിടെ പറയുന്നത്. ഇന്ന ബുയൂതന ഔറത്തുൻ, ഞങ്ങളുടെ വീടുകൾ ഔറത്താണ്, തുറന്ന സ്ഥലത്താണ്, അത് മതിൽക്കെട്ടിനുള്ളിൽ ഭദ്രമല്ല എന്നവർ പറയാണ്. പിന്നെ കിടങ്ങിൻ്റെ ഈ വിശാലതയിൽ നിന്ന് കുറച്ചെന്താണ് അതിർത്തിയോട് ചേർന്നാണുള്ളത്. ഒരു ഭാഗം കിടങ്ങാണെങ്കിലും മറ്റേ ഭാഗം എന്തെല്ലാം കിടങ്ങില്ല, അവിടെ ഹറാണുള്ളത്. അതാണ് അവർ പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമാഹിയ ബി ഔറത്തിൻ, ഒരിക്കലും അതെന്തല്ല ഔറത്തല്ല, ഭദ്രാണെന്ന് അർത്ഥം, ഭദ്രാണ്. പക്ഷേ ഈ യുരീദൂന ഇല്ലാ ഫിറാറ, ഈ യുരീദൂൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല? ഏതുകൊണ്ടാണ് ഉദ്ദേശിക്കാത്തത്? ഈ അനുവാദം ചോദിക്കൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാ ഫിറാറൻ, ഫിറാറല്ല. അതെന്താ ഫിറാർ? യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടൽ, ഓടി രക്ഷപ്പെടുക. അപ്പോൾ ഈ യുരീദൂൻ ഈ അനുവാദം ചോദിക്കൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതില്ല. ഇല്ലാ ഫിറാറൻ, ഈ യുദ്ധമുഖത്ത് നിന്ന് പുറംതിരിഞ്ഞോടലല്ലാതെ, ഓടി രക്ഷപ്പെടലല്ലാതെ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഈ കപടവിശ്വാസികൾ അവരുടെ ഒരു ദുരന്താണ് എക്കാലഘട്ടത്തിലും. ഈ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ അനിവാര്യതയിൽ ചേർന്നിൽ നിൽക്കേണ്ട സമയം അവരെന്ത് ചെയ്യാണ്? അവർക്ക് അവിടുന്ന് പിരിഞ്ഞു വരികയാണെങ്കിൽ തിരക്കടില്ല. പക്ഷേ അവിടെ നിന്നിട്ട് അവരെന്ത് ചെയ്യാണ്? ഇമ്മാരി പണി ഒപ്പിക്കുകയാണ്. ലാ മുഖാമലക്കും ഫർജിഉ ഇന്ന ബുയൂതന ഔറ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അണികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന ഫി അസ്ഹാബി 12 മുനാഫിഖൻ ലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത് എന്ന്. എൻ്റെ അസ്ഹാബിൽ 12 മുനാഫിക്കുകളുണ്ട്. 12 മുനാഫിക്കുകൾ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒട്ടകം സൂചിയുടെ ദൂരത്തിലൂടെ പ്രവേശിക്കുന്നത് വരെ. അങ്ങനെ ശാസ്ത്ര തങ്ങൾ മുറിച്ച് പറഞ്ഞു ഇത്തരം ആളുകളെക്കുറിച്ച്. അതാണ് മുസ്താൻ. നമുക്ക് അതിൻ്റെ ബാക്കി ഇനിയുണ്ട് വരണം. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.